പ്രിയമുള്ള സുഹൃത്തുക്കളെ, സെയ്ദ് മുഹമ്മദ് ആനക്കയ കേരളത്തിലെ ആദ്യകാല യുക്തിവാദികളിൽ സജീവമായി രംഗത്തുണ്ടായിരുന്ന ആളാണ്. അവസാന ശ്വാസം വരെ ശക്തമായി ഒരു ഇസ്ലാം വിമർശകനായിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ വലിയ ഒരു സംഭവമുണ്ടായി. അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുപോയി കബറടക്കി. ലവലേശം ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് സമ്മതിക്കില്ലായിരുന്നു. അദ്ദേഹം തൻ്റെ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിന് കൊടുത്തിട്ട്, സമ്മതപത്രം കൊടുത്തിട്ട്, അതിൻ്റെ പകർപ്പ് തൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ കാണാൻ പാകത്തിൽ കെട്ടിത്തൂക്കിയിട്ട ആളാണ്. ജീവിച്ചിരുന്നപ്പോൾ മതം അദ്ദേഹത്തെ ശക്തമായി വേട്ടയാടി. ഒരിഞ്ച് അവർക്ക് അദ്ദേഹത്തെ അനക്കാൻ പറ്റിയിട്ടില്ല. വീറും വാശിയോടുകൂടി തന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ബന്ധുക്കളുടെ സഹായത്തോടും ആവശ്യാനുസരണം തന്നെ അവർ മയ്യത്തിനെ ഇങ്ങെടുത്തു. ജീവിച്ചിരിക്കുന്ന യുക്തിവാദി എടുക്കാൻ പറ്റിയില്ല, മരിച്ച മയ്യത്തിനെ അവർക്ക് എടുക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ ഡിമെൻഷ്യ, ഓർമ്മക്കുറവ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ നാസർ മഴവിലിൻ്റെ വീട്ടിൽ പോയപ്പോൾ ആകസ്മികമായി അദ്ദേഹം ചോദിച്ചത് ഇത് മനോരമയുടെ ഓഫീസാ എന്നാണ്. അത്രത്തോളം ഓർമ്മ അദ്ദേഹത്തെ ശരിക്കും ബാധിച്ചിരുന്നു. മരിക്കുന്നതിന് കുറേ ദിവസം മുമ്പ് അദ്ദേഹം നിലത്ത് കമിഴ്ന്നടിച്ചു വീണു. സാധാരണ നമ്മൾ നിലത്ത് വീഴുകയാണെങ്കിൽ കൈകുത്തിയാ വീഴുക, മുഖം താഴെ ഇടിക്കില്ല. പക്ഷേ അതുപോലും ഓർമ്മയില്ലാതെ അദ്ദേഹം മുഖം താഴെ പതിക്കുകയും 54 സ്റ്റിച്ച് അതിന്മേൽ ഇട്ട വ്യക്തിയാണ്. സുദീർഘമായി ആശുപത്രി വാസമായിരുന്നു അവസാന ദിവസങ്ങളിൽ. അദ്ദേഹം തനിക്ക് കൊടുത്തിരിക്കുന്ന കുഴലുകൾ, ശ്വാസത്തിനും മറ്റും, അത് വലിച്ചൂരി എറിയുന്ന പാകത്തിലായപ്പോൾ കയ്യൊക്കെ കെട്ടിയിടുകയായിരുന്നു. ഈ വ്യക്തിയാണ് പള്ളിയിൽ പോയി നിസ്കരിച്ചതെന്നും കലിമ ചൊല്ലിയതെന്നും മുസ്ലിങ്ങൾ ലവലേശം നാണമില്ലാതെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ലവലേശം നാണമില്ലാതെ, ഉളുപ്പ് അല്പമെങ്കിലും നിനക്കൊക്കെ ഉണ്ടടോ എന്ന് ചോദിച്ചു പോവുക. അദ്ദേഹം മുസ്ലിമായി. ശരി, സെയ്ദ് മുഹമ്മദ് ആനക്കയമല്ല, ഈ സാക്ഷാൽ ഞാൻ മുസ്ലിമായാലും ഞാനും സെയ്ദ് മുഹമ്മദ് ആനക്കയോ ഉയർത്തി ചില വാദഗതികളുണ്ടല്ലോ, അതവിടെ നിലനിൽപ്പുള്ളൂ. ലോകത്തെ എല്ലാ പേരും ഒരുമിച്ച് അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ ചുക്ക് നടക്കില്ല. എങ്കിലും ഒരു സങ്കല്പം, ആ ചുക്ക് അങ്ങനെ നടക്കണമെന്ന് ഇഞ്ചി ആയിരിക്കുമ്പോൾ അള്ളാഹുവിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ബഹുഭൂരിപക്ഷം ആളുകളും കാഫിര്യങ്ങളായി, കട്ട കാഫിര്യങ്ങളായി നിലംതൊടാ നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ എല്ലാ ആളുകളും മുസ്ലിം ആയാലും അത് അള്ളാഹു ഉണ്ട് എന്നതിന് ഒട്ടും തെളിവാകില്ല എന്ന് മാത്രമല്ല, ഈ ഖുർആൻ എന്ന കിതാബും ഇവരുടെ ഹദീസും നിലനിൽക്കുവോളം അള്ളാഹുവും മുഹമ്മദും വെറും കഥാപാത്രങ്ങളാണെന്നും സാങ്കല്പിക സൃഷ്ടിയാണെന്നും കള്ളക്കഥകളാണെന്നും സുവ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പള്ളിയിൽ കബറടക്കിയത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയിലെ ആൺസന്തതികളുമായി ഇദ്ദേഹം നിരന്തരമായി തർക്കത്തിലായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അവർക്ക് ആവാത്തത് കൊണ്ട് മരിച്ച മയ്യത്തിനോട് അവർ അങ്ങേയറ്റം പകവീട്ടി. അങ്ങനെയാണ് രാമാനം യുക്തിവാദികൾ എത്തുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് മയ്യത്തിനെ എടുത്ത് കബറടക്കിയത്. മകൻ ജീവിതത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഒക്കാത്തത് കൊണ്ട് മരിച്ച മയ്യത്തിനെ തോൽപ്പിച്ച് നിർവൃതി അടഞ്ഞു എന്നാണ് നാസർ മഴവില്ല് എന്നോട് പറഞ്ഞത്. ഇദ്ദേഹം ഒരു കറകളഞ്ഞ, എന്താ പറയുക,
ഒരു എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല, നിഷ്കളങ്കനായ വ്യക്തിയായിരുന്നു. വെറും നിഷ്കളങ്കൻ. ജീവിതത്തിൽ ഉടനീളം ബന്ധുക്കളാൽ, സുഹൃത്തുക്കളാൽ ചുറ്റും കൂടി നിൽക്കുന്നവരായി ചതിക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അദ്ദേഹം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാതെ ഖബർസ്ഥാനത്തിൻ്റെ ചുറ്റും നിന്നിട്ട് മടങ്ങി വന്നു. വാപ്പയ്ക്ക് കലിയായി. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു 3 ഏക്കർ ഭൂമി, അത് മിച്ചഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്, എഴുതി കൊടുത്തിരുന്നു. അത് പള്ളിക്ക് എഴുതി കൊടുക്കാൻ, തിരിച്ചു പള്ളിക്ക് എഴുതി കൊടുക്കാനായിട്ട് വാപ്പ ആവശ്യപ്പെട്ടു. ഇദ്ദേഹം പള്ളിക്ക് എഴുതി കൊടുത്തു. നോക്കൂ, എത്ര നിഷ്കളങ്കനായ വ്യക്തിയാണ്. 3 ഏക്കർ ഭൂമി വാപ്പയുടെ നിർദ്ദേശാനുസരണം തൻ്റെ പേരിലുള്ളത് പള്ളി കമ്മിറ്റിക്ക് എഴുതി കൊടുത്തു. പിന്നീട് അദ്ദേഹം പള്ളി കമ്മിറ്റിയോട് തിരിച്ചു ചോദിച്ചു, കത്തെഴുതി. അവർ ഭൂമി കൊടുത്തില്ല, പകരം സമ്മാനം കൊടുത്തു. എന്താ? ഊരുവിലക്ക്. ഊരുവിലക്ക് അമ്പയെ പരാജയമായിരുന്നു. ആളുകളൊക്കെ പറഞ്ഞു, സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പോകാതിരിക്കാനാവില്ല, അദ്ദേഹവുമായി ഞങ്ങൾ സഹകരിക്കും. അങ്ങനെ ഊരുവിലക്ക് പൊളിഞ്ഞു പാളീശായി പോയി. അപ്പം ഏതുവിധം കുതന്ത്രങ്ങൾ ആര് പ്രയോഗിച്ചാലും അതിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്ന, ജീവിതത്തിൽ ഉടനീളം മരിച്ചു പോലും പരാജയപ്പെട്ട ഒരു നിഷ്കളങ്കനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ കൂടുതൽ അടുത്തറിയാൻ സാഹചര്യം കിട്ടിയിട്ടില്ല. ഒരിക്കൽ മാത്രം ഞാൻ നാസർ മഴവിലിൻ്റെ കാറിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു. ഊഷ്മളമായ വരവേൽപ്പായിരുന്നു. ആ വീട്ടിൽ ആര് ചെന്നാലും വളരെ വളരെ സൗഹാർദ്ദപരമായി തന്നെ അകമഴിഞ്ഞ് അതിഥിയെ സ്വീകരിക്കാനുള്ള ഒരു തറവാടിത്തം, ആ വാക്ക് ഒരു ഗുമ്മിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നേ. അദ്ദേഹം കടുത്ത മാർക്സിസ്റ്റുകാരൻ, CPM കാരനായിരുന്നു. അത് മുഖാന്തരമാണ് അദ്ദേഹം യുക്തിവാദത്തിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം തൻ്റെ വാപ്പയ്ക്കും അമ്മാവനുമെതിരെ, അവർ വലിയ ധനാഢ്യന്മാരും തൊഴിലാളികളെ വെച്ച്, കൃഷി തൊഴിലാളികളെ വെച്ച്, കാർഷിക തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിക്കുന്നവരുമാണ്. ഈ തൊഴിലാളികളുടെ കൂലിക്ക് വേണ്ടിയിട്ട് വാപ്പയോടും സ്വന്തം അമ്മാവനോടും കലഹിച്ച് അവർക്കെതിരെ സമരം ചെയ്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുത്ത ആളാണ്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നിരന്തരമായി ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് കിട്ടാവുന്ന എല്ലാ പത്രങ്ങളിലും, എല്ലാ മാസികകളിലും നിരന്തരമായി എഴുതിയിരുന്നു. ഒരിക്കല് ഇദ്ദേഹത്തിൻ്റെ ആരംഭവേളയിൽ, യുക്തിവാദ പ്രവർത്തന ആരംഭവേളയിൽ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലഘുലേഖ തയ്യാറാക്കി. ഈ പത്രത്തിൽ അകത്ത് വെച്ച് കൊടുക്കുന്ന നോട്ടീസിൻ്റെ ഒരു സമ്പ്രദായമുണ്ടല്ലോ, ഇതുപോലെ വീടാന്തരം വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞു വരുന്നവർക്ക് പോലും പള്ളിയുടെ മുമ്പിൽ വെച്ച് ഇദ്ദേഹം വിതരണം ചെയ്ത വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ നോട്ടീസ് കിട്ടിയിട്ട് പ്രസിദ്ധനായ CN അഹമ്മദ് മൗലവി ഇദ്ദേഹത്തിൻ്റെ പേരു പറയാതെ ഇദ്ദേഹത്തിനെതിരെ യുക്തിവാദികളുടെ പച്ച നുണകൾ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതേണ്ടി വന്നുവെങ്കിൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇല്ല, ആൾബലമില്ല, ആൾക്കുരങ്ങ് പോലെ വംശനാശം സംഭവിക്കുന്ന യുക്തിവാദി പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൽ സധൈര്യം ആ നിഷ്കളങ്കൻ തൻ്റെ യുക്തിവാദ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത്. വളരെ മിതഭാഷയായിരുന്നു. 1-to-1 ടോക്ക് അദ്ദേഹത്തിന് വശമില്ല. കാരണം അദ്ദേഹത്തിന് എല്ലാ വാക്കുകളും ചേർത്ത് ഭംഗിയായി പറയാനുള്ള കഴിവ് കുറവുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അദ്ദേഹത്തെ എനിക്ക് അടുത്തറിയില്ല. അബ്ദുൽ മാഷ്, നാസർ മഴവിൽ തുടങ്ങിയ അദ്ദേഹവുമായി അടുപ്പമുള്ളവരിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് കടപ്പാട് അബ്ദുൽ മാഷ്, നാസർ മഴവിൽ അത് അറിയിക്കും. പിന്നെ എഴുത്തിൽ പുലിയാണ് കേട്ടോ.
നിരന്തരമായി അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. പിന്നെ കാശ് ചെലവാക്കുന്ന കാര്യത്തിൽ വളരെ ദയാലുവാണ്. ആരെന്തു ചോദിച്ചാലും അപ്പം കൊടുക്കും. അതിൽ യാതൊരു വിധത്തിലും അദ്ദേഹത്തിന് പിന്നെ യുക്തിവാദി പ്രവർത്തനത്തിനു വേണ്ടി അങ്ങേയറ്റം കാശ് ചെലവാക്കിയിട്ടുള്ള ഒരാളാണ്. ഇടപെറകിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദയാലുവായി ഇദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോടൊപ്പം യുക്തിവാദ പ്രവർത്തനത്തിനും അങ്ങേയറ്റം. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ജമീല കേരളത്തിൽ ഉടനീളം വാഹന പ്രചരണ ജാഥയിൽ പങ്കെടുത്ത് പ്രാസംഗിക ആയിരുന്നുവെങ്കിൽ ആദ്യത്തെ ഭാര്യ നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയത്തോടുള്ള ധാർഷ്ട്യത തൻ്റെ ഭാര്യയെ പോലും അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് ഒരു സ്ത്രീ നോക്കൂ, മലപ്പുറം ഏരിയയിൽ നിന്നൊരു സ്ത്രീ ഇസ്ലാമിനെതിരെ വാഹന പ്രചരണ ജാഥ, ഇന്നല്ല അന്ന്, നമ്മൾ ചേകന്നൂർ മൗലവിക്ക് ഓർമ്മിക്കുക, ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം. ജമീല നന്നായി പ്രസംഗിക്കുന്ന ഒരു പുരോഗമനവാദി ആയിരുന്നു എന്നാണ് അലിമാഷ് എന്നോട് പറയുന്നത്. എ വി ജോസിൻ്റെ യുക്തിവിചാരം മാസികയിൽ സ്ഥിരം എഴുത്തുകാരനാണ്. എ വി ജോസ് അദ്ദേഹത്തിൻ്റെ യുക്തിവിചാരം 5 ചില്ലിക്കാശ് പോലും എന്നിൽ നിന്ന് വാങ്ങിക്കാതെ എനിക്ക് പോസ്റ്റ് സഹിതം അയച്ചു തരുന്നതായിരുന്നു. അതിലെ നിരന്തരം എഴുത്തുകാരനായിരുന്നു സയ്യിദ് മുഹമ്മദ് ആനക്കെ. അത് നിരന്തരം വായിച്ച ഒരു ഓർമ്മ ഞാനിവിടെ പങ്കിടുകയാണ്. കേസരിയും ജന്മഭൂമിയും ഒക്കെ ഇദ്ദേഹത്തെ കണ്ട് ഇസ്ലാമിനെതിരെയുള്ള ലേഖനങ്ങൾ എഴുതി വാങ്ങിക്കും. ഇദ്ദേഹം അവിടെ കൊണ്ട് കൊടുക്കുന്നതല്ല, ഇദ്ദേഹം സംഘ അനുഭാവിയുമല്ല, ഇദ്ദേഹം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പക്ഷേ തൻ്റെ ലേഖനങ്ങൾ എവിടെയായാലും പ്രസിദ്ധീകരിച്ചു വരട്ടെ എന്ന നിലയ്ക്ക് അദ്ദേഹം അവർക്ക് കൊടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ അദ്ദേഹം കാട്ടിച്ചു കൂട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 3 ഏക്കർ ഭൂമി എഴുതി കൊടുത്തതുപോലെ മരിക്കുന്നതിന് കുറേ കാലം മുമ്പ് തന്നെ തൻ്റെ സ്വത്തുവകകൾ മക്കൾക്ക് എഴുതി കൊടുത്തു അദ്ദേഹം. അവസാനം അവര് മിനിമം തുക മാത്രമേ ഇദ്ദേഹത്തിന് ചെലവിനായി കൊടുക്കുള്ളായിരുന്നു. ഇദ്ദേഹത്തെ കണ്ട് പലരും വന്ന് സങ്കടം പറയും. ഇദ്ദേഹത്തിന് അലിവുണ്ടായിട്ട് മക്കളോട് ചോദിക്കും, മക്കൾ ചില്ലി കാശ് കൊടുക്കില്ല. അങ്ങനെ മക്കൾക്ക് എഴുതി കൊടുത്തതിന് ശേഷം അവരുമായിട്ട് സിവിൽ കേസിൽ ഇദ്ദേഹത്തിന് ഏർപ്പെടേണ്ടി വന്നു. അങ്ങനൊരു ദുരവസ്ഥ കൂടെ അദ്ദേഹത്തിൻ്റെ മരിക്കുമ്പോഴൊക്കെ മക്കളുമായി അത്ര രസത്തിലല്ല എന്നാണ് അലിമാഷ് എന്നോട് പറഞ്ഞത്. പ്രത്യേകിച്ച് മൂത്ത ഭാര്യയുടെ 2 ആൺമക്കൾ, അതിൽ മൂത്തയാൾ അറിയപ്പെടുന്ന ഒരു വക്കീലാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ താല്പര്യവും പകപോക്കലും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് അലിമാഷ് എന്നോട് പറഞ്ഞത്. ഈ പള്ളിയിലടക്കിയ സംഭവത്തിൽ രസാവഹമായ ഒരു വസ്തുത, അതായത് ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ച് ആ ലേഖനങ്ങളും ആ വർത്തമാനങ്ങളും ഇന്നും അതേപോലെ നിലനിൽക്കുമ്പോൾ പള്ളിയുമായി കലഹിച്ച് പള്ളി ഊരുവിലക്കിയ ഒരാളുടെ മയ്യത്തിനെ സ്വീകരിക്കാൻ പാകത്തിൽ ഗതി കെട്ടാൽ പുലി തീട്ടവും തിന്നും എന്ന് പറയുന്നത് പോലെ അവര് സയ്യിദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ മയ്യത്ത് അങ്ങെടുത്തു. ഗതികേട് നോക്കണേ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകളെ പള്ളിപ്പറമ്പിൽ അടക്കാൻ സമ്മതിക്കില്ല. പക്ഷെ കാലം ഒരുപാട് മാറിപ്പോയി. മതത്തിൽ നിന്നുള്ള തിരിച്ചൊഴുക്ക്, ശക്തമായ തിരിച്ചൊഴുക്ക്, അതാരും ഒഴിപ്പിക്കുന്നതൊന്നുമല്ല. ഇവർ തന്നെയാണ് ഈ മുല്ലക്കന്മാരും ഉസ്താദും ഖുർആനും ഹദീസും ഒക്കെ മതി. ഇന്നത്തെ ഇൻ്റർനെറ്റ് യുഗത്തിൽ അത് വല്ലാത്ത തിരിച്ചടി നൽകുമ്പോൾ വീണ് കിട്ടുന്ന ഏത് കച്ചിത്തുരും അള്ളിപ്പിടിക്കാം. സാഹചര്യത്തിനൊത്ത് മക്കളുടെ വീറും വാശിയും ഒരുമിച്ച് വന്നപ്പോൾ ഊരു വിലക്കിയിട്ടും അദ്ദേഹം ഖബർസ്ഥാനിൽ സുഖമായി ഉറങ്ങുന്നു എന്ന് പറയാൻ ഞാൻ പമ്പര വിഡ്ഢിയ. അങ്ങനെ ഒരു സുഖം ഉറക്കുമെന്ന് മയ്യത്തായി കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു.
പള്ളിയിൽ എന്ത്, സിമിത്തേരിയിൽ എന്ത്, ദഹിപ്പിച്ചാലെന്ത്, മെഡിക്കൽ കോളേജിൽ കൊടുത്താലെന്ത്? ഇതിൽ ഏതാണ് കൂടുതൽ ഗുണപ്രദമെന്ന് ബന്ധുക്കളുടെ മനോനിലയുമായി ബന്ധപ്പെട്ടാണ്, സാമൂഹ്യ ബന്ധവുമായി ബന്ധപ്പെട്ടാണ് നമുക്കത് തീരുമാനിക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ സുഹറ, അവരുടെ മകൾ അദ്ദേഹത്തെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ നിഷ്കളങ്കമായ മനോഭാവത്തിൻ്റെയും പറ്റിക്കപ്പെടലിൻ്റെയും ഒരു വലിയ ഉദാഹരണം, ഇദ്ദേഹം ഇടയ്ക്ക് റോഡ് കോൺട്രാക്ട് പണിയെടുത്തു. അന്ന് പത്മനാഭൻ പള്ളത്ത് അറിയപ്പെടുന്ന ഒരു യുക്തിവാദിയാണ്. ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്. കാരണം 50,000 രൂപയ്ക്ക് ഒരു റോഡ് പണി ഇദ്ദേഹം ഏറ്റെടുത്തു. പൂർത്തീകരിച്ചപ്പോൾ 65,000 രൂപ ചിലവായി, കയ്യിൽ നിന്ന് 15,000 രൂപ പിക്കറ്റ്. കാരണം അത്രത്തോളം പറ്റിക്കപ്പെടാനുള്ള ഒരു ത്വരയുള്ള ഒരു നിഷ്കളങ്കനായ മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത്. നാട്ടുകാർ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം കുഞ്ഞ എന്നാണ് വിളിക്കുന്നത്. അലിമാഷ് വീട് വയ്ക്കുമ്പോൾ അദ്ദേഹത്തെ നന്നായി സഹായിച്ചു. മേൽക്കൂരയ്ക്ക് ആവശ്യമായ തടി ഉരുപ്പടിയാക്കി ജബ്ബാർ മാഷും സയ്യിദ് മുഹമ്മദ് ആനക്കയവും കൂടി ചേർന്ന് വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തു എന്ന് വളരെ നന്ദിയോടുകൂടി, തികഞ്ഞ ഒരു വലിയ ഉപകാരമായിരുന്നു എന്ന ഓർമ്മയോടുകൂടി അലിമാഷ് എന്നോട് പറഞ്ഞപ്പോൾ ഒരു തമാശ കൂടെ അലിമാഷ് എന്നോട് പറഞ്ഞു. നാട്ടുകാർ പറഞ്ഞു പോലും, നിങ്ങൾ ഉസ്താദായിരിക്കുമ്പോൾ സംഭാവന കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്പോൾ ഉൾക്കുരിവാദിയായിട്ടും സംഭാവനയ്ക്ക് നിങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ആര് പോയാലും വീട്ടിൽ പോയാലും അങ്ങേയറ്റം ഹോസ്പിറ്റാലിറ്റി കാണിക്കുന്ന ദമ്പതികളാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയായാലും ശരി, ഇപ്പോഴത്തെ ഭാര്യയായാലും ശരി. സുഹറ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള അറിയാവുന്ന ഒരു സ്ത്രീയാണ്. എത്ര സ്നേഹനിധിയായ ഒരു വ്യക്തി. പലപ്പോഴും എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു പ്രാവശ്യം മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ. EMS ഹോസ്പിറ്റലിൽ മരിക്കുന്നതിന് കുറേ ദിവസം മുമ്പ് കിടന്നു, 4 ആഴ്ച കിടന്നു. പിന്നീട് മലബാർ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഇദ്ദേഹം മരിച്ചത്. ഇങ്ങനെ നീണ്ട 54 സ്റ്റിച്ച്, നീണ്ട ഹോസ്പിറ്റൽ വാസം, പിന്നീട് ഡിമെൻഷ്യ. മനോരമ ഓഫീസിൽ നിന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഈ ആളിനെ കുറിച്ചാണ് പള്ളിയിൽ വന്നു കലിമ ചൊല്ലി എന്നൊക്കെ ഉളുപ്പില്ലാതെ, നാണമില്ലാതെ, ലജ്ജയില്ലാതെ ഈ സിംഹം മലം തിന്നുന്നത്. 30 കൊല്ലക്കാലം പ്രമേഹ രോഗിയായിരുന്നു, ഇൻസുലിൻ എടുത്തുകൊണ്ടേയിരുന്നു. എന്നാലും അദ്ദേഹം അതൊന്നും ഗവനിക്കാതെ വളരെ ലാഘവത്തോടു കൂടി ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ അവസാന യാത്ര നാസർ മഴവിലിനോടൊപ്പം ആയിരുന്നു. കോലഞ്ചേരിയിലേക്ക് അദ്ദേഹം വരികയും അവിടെ 3-4 ദിവസത്തേക്ക് തങ്ങുകയും ചെയ്തു. അതിൻ്റെ പിന്നിൽ ഒരു രസാവഹമായ കഥയുണ്ട്. ഒരു പയ്യനെക്കുറിച്ച് ഇവര് നാസറിനോട് വളരെ ബഹുമാനപുരുഷം സംസാരിക്കുമായിരുന്നു. വളരെ നല്ല സുഹൃത്താണ്. കുറേ കാലം അവിടെ വീട്ടിലുണ്ടായിരുന്നു. ഒരിക്കൽ ഇവനെ NIA അറസ്റ്റ് ചെയ്തു. മാവോയിസ്റ്റ് ആയിരുന്നു. ഇവന്റെ പേര് പറഞ്ഞിട്ട് ഇവനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ആ പേരിൽ കൂടിയല്ല ഇവൻ അവരെ പരിചയപ്പെട്ടു. അങ്ങനെ NIA ഇദ്ദേഹത്തെ ഒരു സാക്ഷിയാക്കിയ കേസുമായി ബന്ധപ്പെട്ടാണ് നാസർ മഴവിലുമായി ബന്ധപ്പെട്ട് കുറേ ദിവസം കഴിഞ്ഞത്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ ഉടനീളം ചുറ്റും നിൽക്കുന്നവരാൽ പറ്റിക്കപ്പെട്ട നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണെങ്കിൽ മരണശേഷം തൻ്റെ മക്കൾ തന്നെ പറ്റിക്കുന്ന ഒരു ദുരവസ്ഥ ആ മനുഷ്യന് വന്നു ചേർന്നു. വളരെ ബഹുമാനത്തോടു കൂടി വായിച്ച അറിവുകളിൽ നിന്നാണ് എൻ്റെ യുക്തിവാദം പുഷ്ടിപ്പെട്ടതുകൊണ്ട് വിചാരം ജോസിനും സയ്യിദ് മുഹമ്മദ് ആനക്കയത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ വർത്തമാനത്തിന് കടപ്പാട് അലിമാഷ് നാസർ മഴവിൽ. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി.